ഹലോ, മിഷാനി ഹിയർ. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അടുത്ത 33 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ 6 കാർഡ് എടുത്തിട്ടുണ്ട്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, തല തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് സോഡ്സ്, 4 ഓഫ് സോഡ്സ്, 5 ഓഫ് വാൻസ്, റിവേഴ്സാണ് വന്നിട്ടുള്ളത്, 3 ഓഫ് സോഡ്സ്. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ്, ആ ഒരു പ്രണയബന്ധം ഒരുതരം വിഷമഘട്ടത്തിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത്. നിങ്ങളുടെ ഈ ബന്ധത്തിലെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസക്കുറവാണ്. നിലവിലെ സാഹചര്യത്തെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് ചോർന്നു പോകുന്നതായി തോന്നാം. ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ അവർക്കായിരിക്കാം. പങ്കാളിയോട് സംസാരിക്കാൻ ഭയം തോന്നാം, അല്ലെങ്കിൽ സ്വയം പരാജയപ്പെട്ടതായി തോന്നുകയോ ചെയ്യാം ഈ 33 മണിക്കൂറിനുള്ളിൽ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള അടിമത്തം. ഈ ഒരു ബന്ധത്തിൽ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഒരു തരം ടോക്സിക് സ്വഭാവം ഈ ബന്ധത്തിനുണ്ടാകാം. അത് അമിതമായിട്ടുള്ളൊരു സംശയമാകാം, അല്ലെങ്കിൽ പരസ്പരം വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിലുള്ള നെഗറ്റീവ് ആകർഷണമാകാം. 10 ഓഫ് സോഡ്സും 3 ഓഫ് സോഡ്സും വരുമ്പോൾ ഹൃദയം തകരുന്ന അനുഭവങ്ങളോ ചതിക്കപ്പെട്ടു എന്ന തോന്നലോ നിങ്ങളെ അലട്ടുന്നുണ്ട്. മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ നിങ്ങളെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നുണ്ടാകാം. പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം അവസാനിക്കുന്നു. വഴക്കുകളും തർക്കങ്ങളും ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇനി വീണ്ടും പോരടിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കോ അവർക്കോ ഇല്ല. ഇത് ഒരു സമാധാനത്തിനുള്ള ഒരു ചെറിയ വാതിൽ തുറക്കുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 4 ഓഫ് സോഡ്സ് പറയുന്നത് ഇപ്പോൾ ഒന്നും ഈ ബന്ധത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും സമാധാനമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അടുത്ത 33 മണിക്കൂർ നിർണായകമാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വളരെയധികം സംയമനത്തോടെ പെരുമാറേണ്ടുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയാം. പ്രതികരിക്കാതിരിക്കുക. 4 ഓഫ് സോഡ്സ് പറയുന്നത് ഇപ്പോൾ ഒരു വാക്ക് തർക്കത്തിലോട്ടും പോകരുത് എന്നാണ്. പങ്കാളി നിങ്ങളെ പ്രകോപിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും മറുപടി നൽകാതെ മാറി നിൽക്കാനാണ് പറയുന്നത്. യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്ന് പറയുന്നുണ്ട്. 10 ഓഫ് സോഡ്സ് പറയുന്നത് ഒരു കഠിനമായ സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. ആ സത്യം എത്ര വേദനയുള്ളതാണെങ്കിലും അതിനെ സ്വീകരിക്കാനാണ് പറയുന്നത്. സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവ്. നിങ്ങളെ തന്നെ തളർത്തുന്ന ചിന്തകളിൽ നിന്ന്, ആ ഡെവിൾ എനർജിയിൽ നിന്ന് മോചിതനാവുക, അല്ലെങ്കിൽ മോചിതയാകുക എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലല്ല എന്ന് നിങ്ങൾ ആദ്യം ഉറച്ചു വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഇതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽ 33 മണിക്കൂറാണ് പറയുന്നത്. ഈ ഒരു 33 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും കണ്ണടച്ച് നിശബ്ദമായിരിക്കുക. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക്. അങ്ങനെ പറയുമ്പോൾ തൽക്കാലം സോഷ്യൽ മീഡിയയിൽ നിന്നോ വാട്സപ്പോ അങ്ങനെ എന്തോ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിൽ നിന്നും അല്പം വിട്ടു നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വ്യക്തത നൽകും എന്ന് പറയുന്നുണ്ട്. ക്ഷമ വേണ്ട ഒരു സമയമാണ്. നടന്ന കാര്യങ്ങളെക്കുറിച്ച്
കുറ്റബോധം തോന്നാതെ എല്ലാം ഒരു മാറ്റത്തിന് വേണ്ടിയാണ് എന്നാണ് കരുതേണ്ടത്. ഈ കാർഡുകൾ പറയുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ സമയമാണ് എന്നാണ്. പഴയ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ ആദ്യം ആ വേദനയെ നിങ്ങൾ നമ്മളതിനെ അഭിമുഖീകരിക്കണം എന്ന് പറയില്ലേ. കാരണം അടുത്തൊരു 33 മണിക്കൂർ പ്രതികരണങ്ങളെക്കാൾ കൂടുതൽ നിശബ്ദതയ്ക്ക് പ്രാധാന്യം കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകാം. പങ്കാളിയുടെ മുമ്പിൽ ദുർബലനായി അല്ലെങ്കിൽ ദുർബലയായിട്ട് മാറുന്ന അവസ്ഥകൾ ഉണ്ടാകാം. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഈ ഒരു ബന്ധം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകാം. ഈ 33 മണിക്കൂറിൽ അമിതമായിട്ടുള്ള വശീകരണം, സംശയം അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ചില ദുശീലങ്ങൾ ഈ ഒരു ബന്ധത്തിനെ ഈ ഒരു സമയത്ത് ബാധിക്കുന്നുണ്ടാകാം. ഇതൊരു കെണി പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം. മാനസികമായി നിങ്ങൾ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലും മോശമായി ഒന്നും സംഭവിക്കാനില്ല എന്നൊരു ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്നത്. ഒരു വലിയ സത്യം അല്ലെങ്കിൽ ഒരു ചതി, കുറെ കാര്യങ്ങൾ പുറത്തോട്ട് വന്നേക്കാം. അത് നിങ്ങൾ അറിയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയും മൗനം പാലിക്കാനാണ് പറയുന്നത്. 4 ഓഫ് സോർട്സ് പറയുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നാണ്. മനസ്സിനെ ശാന്തമാക്കുക, ഒരു ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള മത്സരങ്ങളും വഴക്കുകളും എല്ലാം അവസാനിക്കുകയാണ്. സമാധാനത്തിനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകാം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരാളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ കടുത്ത വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അടുത്ത 33 മണിക്കൂറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈകാരികമായിട്ടുള്ളൊരു പൊട്ടിത്തെറി, ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യമോ സങ്കടമോ നിങ്ങൾക്കൊട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ പുറത്തു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയ തെറ്റുകൾ വീണ്ടും കുത്തിപ്പൊക്കി സംസാരിക്കുന്നത് ഈ ബന്ധത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ഈ 33 മണിക്കൂറിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ 3 ഓഫ് സോർട്സിൻ്റെ ആഘാതം വർദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഓവർ തിങ്കിങ്. 10 ഓഫ് സോർട്സ് നിങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിക്കാൻ വേണ്ടി ചിലപ്പോൾ പ്രേരിപ്പിക്കും. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനെ തകർക്കും എന്ന് പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവസരങ്ങളാണ്. മറച്ചു പിടിച്ച കാര്യങ്ങൾ ഈ ബന്ധത്തിൽ പുറത്തു വരും എന്നാണ് പറയുന്നത്. ഇത് വേദന ഉണ്ടാക്കുമെങ്കിലും ഫ്യൂച്ചറിൽ കൃത്യമായി തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ വില പങ്കാളിക്ക് മനസ്സിലാകാൻ തുടങ്ങുന്ന ഒരു സമയമായിട്ടും ഈ കാർഡുകൾ പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ഈഗോ ഉപേക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയമാണ് എന്നും കൂടി പറയുന്നു. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 33 മണിക്കൂർ പരമാവധി ഫോൺ ഉപയോഗം കുറയ്ക്കുക. ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യുന്നതോ അവരുടെ പ്രൊഫൈൽ നോക്കുന്നതോ ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാൻ വേണ്ടി പറയുന്നുണ്ട്. ചെരുപ്പൊന്നുമില്ലാതെ നഗ്നപാദത്തോടെ മണ്ണിലോ പുല്ലിലോ നടക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ പങ്കാളി നിങ്ങളോട് വഴക്കിന് വരികയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ്
ബുദ്ധി. കാരണം അപ്പോൾ സംസാരിക്കുന്നത് എന്താണെങ്കിലും ഒരു പരാജയത്തിലേക്ക് നയിക്കൂ എന്ന് ഉറപ്പാണ്. ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടാണ് ടൈം കൊടുക്കേണ്ടത്. നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം നൽകുക, നല്ല ഉറക്കം ഈ 4 ഓഫ് സോർട്സ് കാർഡുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ഇപ്പം എന്താ പറയുക, ഒരു യുദ്ധക്കളം പോലെയാണ്. കാരണം ഈ ഒരു 33 മണിക്കൂർ നിങ്ങളൊരു എന്താ പറയുക, ഒരു അതിജീവനം, ഒരു സർവൈവൽ മോഡിലായിരിക്കണം എന്ന് പറയാം. പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ ബന്ധം വേർപെടുത്താനോ അല്ലെങ്കിൽ പുതിയ വാഗ്ദാനങ്ങൾ നൽകാനോ ഈ ഒരു സമയം അനുയോജ്യമല്ല എന്നും പറയുന്നുണ്ട്. വെറുതെ ഇരിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, സാഹചര്യങ്ങളെല്ലാം താനേ തെളിയാൻ വേണ്ടി അനുവദിക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം ഡെവിൾ കാർഡും സ്ട്രെങ്ത് കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം പണയപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. അടുത്ത 33 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ എനിക്ക് ഇനി ഇത് പറ്റില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ശക്തമാകും. ഇത് വേദന ഉണ്ടാക്കുമെങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ളൊരു തുടക്കമായി മാത്രം കാണുക. 10 ഓഫ് സോർട്സ് വരുമ്പോൾ ഈ ഒരു കാർഡ് ഒരു ബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ബന്ധത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൻ്റെയോ പൂർണ്ണമായിട്ടുള്ള അവസാനത്തെയാണ് കാണിക്കുന്നത്. പുറകിൽ നിന്ന് കുത്തേറ്റ പോലെയുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷേ 10ാം നമ്പർ കാർഡ് സൂചിപ്പിക്കുന്നത് ഇരുട്ട് ഏറ്റവും കൂടുന്നത് വെളിച്ചം വരുന്നതിന് തൊട്ട് മുമ്പാണ് എന്നാണ്. അതായത് ഏറ്റവും മോശമായത് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നൊരു എനർജിയാണ് അത് വരുന്നത്. കാരണം നെക്സ്റ്റ് ഒരു 33 മണിക്കൂർ നിങ്ങളുടെ മനസ്സ് ഒരു കോമ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കാം. അതായത് ഒന്നിനോടും പ്രതികരിക്കാൻ തോന്നാത്ത ഒരവസ്ഥ. ഇത് നെഗറ്റീവല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് സ്വയം ചികിത്സിക്കുന്ന ഒരു രീതി, സെൽഫ് ഹീലിംഗ് എന്ന് പറയില്ലേ, അതിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. 3 ഓഫ് സോർട്സ് ഉള്ളത് കൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ ഓർത്ത് കരയാനോ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്താനോ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. 5 ഓഫ് വാൻസ് റിവേഴ്സ് വന്നതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിന് ശ്രമിക്കുമ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതിനാൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളെ സൂക്ഷിക്കാൻ പറയുന്നത്. ഇതിന് പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത ഒരു 33 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ശക്തയാണ്, ഈ വേദന എന്നെ തകർക്കില്ല എന്ന് ഉറക്കെ കണ്ണാടിയിൽ നോക്കി പറയുക. ഇത് സ്ട്രെങ്ത് റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമ്മുടെ ഈ ആത്മവിശ്വാസക്കുറവിനുള്ളൊരു മരുന്നായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. പിന്നെ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ കൈകാലുകൾ തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഡെവിൾ എനർജിയെ തണുപ്പിക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും എല്ലാം ഒരു കടലാസിൽ എഴുതുക. എന്നിട്ട് അത് കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുക. അത് നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ളൊരു മോചനം നൽകും എന്ന് പറയുന്നുണ്ട്. ഈ ടാരറ്റ് ഒരു എൻഡ് ഓഫ് എ സൈക്കിളാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ സഹിച്ച അടിച്ചമർത്തലുകളും വേദനകളും അതിനെല്ലാത്തിനും ഒരു അറുതി വരുന്ന സമയം. അടുത്തൊരു 33 മണിക്കൂർ നിങ്ങൾ നേരിടുന്ന ആ നിശബ്ദതയും
ആ സങ്കടവും നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിനുള്ള തുടക്കമാണ് എന്ന് പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. യാതൊരു വിധത്തിലുള്ള പുതിയ തീരുമാനങ്ങളും എടുക്കാതെ വരുന്ന സാഹചര്യങ്ങളെ ഒരു സാക്ഷിയെ പോലെ നോക്കി നിൽക്കുക. നിങ്ങൾ എത്രത്തോളം ശാന്തമാകുന്നുവോ അത്രത്തോളം ഈ കാർഡുകളുടെ നെഗറ്റീവ് സ്വാധീനം കുറയും എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വൈകാരികമായിട്ട് ഒരുപക്ഷെ ബ്ലാക്ക്മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൗർബല്യങ്ങളെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവർക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് പറയുന്നത്. അവർ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം. അത് അവരുടെ സ്നേഹം കൊണ്ടല്ല, മറിച്ച് സ്വാർത്ഥത കൊണ്ടാകാം. അതിനെ തിരിച്ചറിയാൻ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിലെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് വശവും ഒരു 33 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അറിയുന്നുണ്ടാകാം. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോയേക്കാം. പക്ഷെ അതോടെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും മാറും. ഇനി എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കും എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഉടൻ മറുപടി നൽകരുത്. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വൈകി മാത്രം പ്രതികരിക്കുക. ഈ ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ ആത്മവിശ്വാസം തിരികെ നൽകുകയും അവരെ ചിന്തിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിൻ്റെ ആ വ്യക്തിയുടെ ഫോട്ടോസ് കാണുന്നതോ പഴയ ചാറ്റുകൾ വായിക്കുന്നതോ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ അല്പം കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നെഗറ്റീവ് എനർജി മാറ്റാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, ഈ ഒരു ബന്ധം എനിക്ക് സമാധാനമാണോ അതോ സമ്മർദ്ദമാണോ നൽകുന്നത് എന്നാണ്. അതിനുള്ളൊരു ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 33 മണിക്കൂറിൽ നിങ്ങൾ ദേഷ്യം, സങ്കടം എന്നുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക. അതിന് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നത് മനഃശാന്തിയാണ്. അതുപോലെ തന്നെ പങ്കാളിയുടെ സന്ദേശം വരികയാണെങ്കിൽ അതിന് സമയമെടുത്ത് മറുപടി നൽകാൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പഴയകാല ചിന്തകൾ അതിനെ എഴുതി നശിപ്പിക്കാനാണ് പറയുന്നത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈകാരികമായിട്ടുള്ളൊരു മോചനം ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ ആണോ അതോ ആ വ്യക്തി നൽകുന്ന പഴയ ഓർമ്മകളെയാണോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണത്. കാരണം ഇത് വെറും പ്രണയമല്ല എന്ന് നമ്മൾ പറഞ്ഞു, ഒരു അഡിക്ഷനെ കാണിക്കുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെ മാനസികമായി തടവിലാക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളെ വൈകാരികമായി ഒരുപാട് പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചേക്കാം. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സാണ്. കാരണം നിങ്ങൾ അവർക്ക് കീഴ്പ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ആ കെണിയിൽ വീഴാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷണമായി ഈ 33 മണിക്കൂറിൽ വരിക. കാരണം നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവ് ഇപ്പോൾ അതിൻ്റെ മാക്സിമം ഒരു പരമാവധിയിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറയാം. ഈ ഒരു ബന്ധത്തിൽ ഒരാൾ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകും. 10 ഓഫ് സോർട്സ് പറയുന്നത് പുതിയൊരു പ്രഭാതം വരുന്നു എന്നാണ്. കാരണം ഈ ഒരു 33 മണിക്കൂർ കഴിയുന്നതോടെ നിങ്ങളുടെ മനസ്സിലെ ഭാരം പകുതിയായി കുറയും. കാരണം നിങ്ങൾ അറിയേണ്ടുന്ന സത്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അറിയുന്നു എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിശബ്ദ
മായിരിക്കുന്ന സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തിയുടെ ഉള്ളിൽ ഭയം വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ നിശബ്ദതയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം എന്നും പറയുന്നുണ്ട്. അടുത്ത 33 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എനർജി ലെവൽ മാറ്റാൻ വേണ്ടി കറുത്ത നൂൽ അല്ലെങ്കിൽ കറുത്ത വസ്ത്രം അത് ഒഴിവാക്കുക. ഈ സമയത്ത് ഇത്തരം കളറ് കറുത്ത നിറം ഒഴിവാക്കി വെള്ളയോ ഇളം നീലയോ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇടത് കൈയിലെ ചെറുവിരൽ വലത് കൈ കൊണ്ട് മുറുകെ പിടിക്കുക. അത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയും ഉത്കണ്ഠയെയും കുറയ്ക്കാൻ സഹായിക്കും എന്നും പറയുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് ക്ഷമയാണ് വേണ്ടത്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് മനസ്സിൽ ക്ഷമിക്കുക. അത് അവർക്ക് വേണ്ടിയല്ല, അത് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം അവർ ചെയ്തത് ഒരിക്കലും മറക്കരുത്. കാരണം അത് നിങ്ങൾക്കൊരു പാഠമാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയുക, ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അവസാനിക്കാൻ പോകുന്നു. ഒരു 33 മണിക്കൂർ കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ഒന്നുകിൽ ഈ ബന്ധം പൂർണ്ണമായും മാറും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതയാകും അല്ലെങ്കിൽ മോചിതനാകും. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് യാതൊരു കാരണവശാലും ആ വ്യക്തിക്ക് മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യരുത്. ഈ ഒരു ടൈമിൽ അവർ ബന്ധപ്പെട്ടാൽ പോലും എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ 33 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രണയത്തിലോട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇതാണ് കാർഡ് നോക്കി പറയാനുള്ളത്. ഇതിൽ നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. നെഗറ്റീവ് അവോയ്ഡ് ചെയ്യാം, പോസിറ്റീവ് മാത്രം എടുക്കാം. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം തുടങ്ങി നിങ്ങൾക്കിത് നിങ്ങളുടെ സാഹചര്യമായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ നിങ്ങൾ റീഡിങ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ജനറൽ റീഡിങ് കണ്ടതുകൊണ്ട് കാര്യമല്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് തന്നെ എടുക്കുക വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ ഏറ്റവും കൂടുതൽ റെസണേറ്റ് ആയി തോന്നുന്നത് അവിടെ പോയി ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക. നെഗറ്റീവും പോസിറ്റീവും അറിയാം. ജനറൽ റീഡിങ് കണ്ട് തീരുമാനങ്ങളിലേക്ക് എത്താതിരിക്കുക. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി വരാം. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട്. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, ഗൈഡൻസ് തരലാണ്. താല്പര്യമുള്ളവർ മാത്രം വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രേസ്ലെറ്റുകൾ, ടെമ്പിൾ സ്റ്റോൺസ് ഉണ്ട്. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പ്രണയത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പണം ആകർഷിക്കാൻ, സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മാജിക് എനർജീസ് മാറ്റാൻ, അങ്ങനെ പലതരം കാര്യങ്ങൾക്കായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും മാത്രം ഉപയോഗിക്കുക. എന്നാൽ മാത്രമാണ് അതിന് ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷാനി.